സോ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഇന്ത്യൻ ഫുട്ബോൾ? ISL നിർത്തലാക്കുകയാണോ എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. നമുക്കറിയാം, ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. AFFും നാഷണൽ ടീമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. എന്നാൽ അതിന് പുറമെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവിയും ആശങ്കയിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്താണ് ആക്ച്വലി ഇപ്പോൾ സംഭവിക്കുന്നത്? ജസ്റ്റ് നമുക്കൊന്ന് മാർക്കസ് മെർഗിലെ പുറത്തുവിട്ട റിപ്പോർട്ട് ഒന്ന് നോക്കാം. നമുക്കറിയാം, ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നടത്തിപ്പുകാരാണ് FSTL, ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ്. അതാണ് ഈ FSTL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ഈ FSTLും AFFും ചേർന്നാണ് ISL കണ്ടക്ട് ചെയ്യുന്നത്. ഇവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്, അതായത് MRA, മാസ്റ്റർ റൈറ്റ് എഗ്രിമെൻറ്റ്. ഈ ഒരു കരാർ ഈ വർഷം ഡിസംബർ മാസത്തോടുകൂടി അവസാനിക്കുകയാണ്. എന്നാൽ ഇത് ഇതുവരെയും പുതുക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ISLന്റെ ഭാവി ആശങ്കയിലാവാൻ മെയിൻ റീസൺ ആവുന്നത്. 2010 15 വർഷത്തെ കരാറിലാണ് FSTLും AFFുമായിട്ട് കരാറിലെത്തിയത്. സോ ആ ഒരു കരാറിൽ AFFന് വർഷം 50 കോടി രൂപ ആനുവൽ ഫീ ആയിട്ട് നൽകണം, ഇല്ലെങ്കിൽ വരുമാനത്തിന്റെ 20%. ഇങ്ങനെയായിരുന്നു ആ ഒരു കരാറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ കരാറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ധാരണയും ഇതുവരെ എത്തിയിട്ടില്ല. ഇതിന് പുറമെ AFFന്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിന്റെ വിധിയും മീഡിയയിലേക്ക് റീസൺ ആവുന്നുണ്ട്. എനിവേ, ഇതിനോടകം തന്നെ FSTLിന്റെ സീനിയർ ഒഫീഷ്യൽസ് ISL ക്ലബ്സിന്റെ ഓണേഴ്സുമായിട്ട് ഇൻഡിവിജ്വലി മീറ്റ് ചെയ്തിട്ടുണ്ട്. MRA കോൺട്രാക്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ISL ഈ സീസൺ കിക്ക് ഓഫ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അവർ ക്ലബ് ഓണേഴ്സിനെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്ലബ്ബുകൾ തങ്ങളുടെ ഓപ്പറേഷൻസ് ആൻഡ് പ്ലെയർ സൈനിങ്സ് ഒക്കെ തന്നെ ഇപ്പോൾ സ്ലോ ഡൗൺ ചെയ്തിരിക്കുകയാണ്. എനിവേ, FSTLും AFFും ഇവരുടെ ഈ പ്രശ്നമെല്ലാം സോർട്ട് ഔട്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ അടുത്ത സീസൺ ISL തുലാസിലാവുന്നതാണ്. സോ ഗൈസ്, വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് വരുന്നതിന് മുമ്പായി